ഒരു ബ്രാൻഡിൻ്റെ ഓൺലൈൻ ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ നോർമലി ഒരു ബ്രാൻഡിൻ്റെ ക്രെഡിബിലിറ്റി ഇൻസ്റ്റൻ്റ്ലി റോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും? എസ്പെഷ്യലി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പറയുകയാണെങ്കിൽ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറയുകയാണെങ്കിൽ റോങ് കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് ആക്ച്വലി. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള അങ്ങനെയാണ്. നമ്മുടെ അടുത്ത് പലപ്പോഴും പല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികളിൽ പോയിട്ട് ഫെയിലായിട്ട് വന്നിട്ട് കസ്റ്റമേഴ്സ് സംസാരിക്കുമ്പോൾ എനിക്ക് അവരിൽ നിന്ന് മനസ്സിലായത് ഈ ഡിജിറ്റൽ ഏജൻസികളെല്ലാം ഇനീഷ്യലി റോങ് കമ്മിറ്റ്മെൻറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ക്ലയൻറ്റ് വന്നിട്ട് പറയുമ്പം ആദ്യം ക്ലയൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അതല്ലാതെ റോങ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ആ സെയിൽസ് ടീം കമ്മിറ്റ് ചെയ്യരുത് ആക്ച്വലി. അതായത് ക്ലയൻറ്റ് പറയും എനിക്ക് ഒരു 20,000 ആണ് സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പം നിങ്ങൾക്ക് എത്ര തരാൻ പറ്റുമെന്ന് അതിപ്പോൾ നമ്മുടെ അടുത്തും ക്ലയൻറ്റ് ചോദിക്കും. പക്ഷേ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയുന്നതും വളരെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കും. അത് ഇങ്ങനെയാണത് വർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ലീഡിംഗ് പേപ്പറിൽ 30 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 രൂപയുടെ സെയിൽ ആരെങ്കിലും ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടോ ആക്ച്വലി? പിന്നെ നിങ്ങൾ 20,000 കൊടുത്ത 2 lakhs സെയിൽ എന്തിനാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? സോ ദാറ്റ് വേ ഐ വിൽ ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ്. എന്നിട്ട് ഞാൻ ഒന്നും കൊടുക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഐ ഹാവ് പ്രോപ്പർ റിപ്പോർട്ട്സ്. ഞാൻ ഇങ്ങനെയാണ്, ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ദിസ് ഈസ് ദ അസംഷൻ, ഇതാണ് നിങ്ങൾക്ക് റിസൾട്ട് പ്രൊജക്റ്റഡ് കിട്ടാൻ ചാൻസ് ഉള്ളത് ആസ് പെർ ദെയർ ഡാഷ്ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മനസ്സിലാക്കിച്ചിട്ട് യു ട്രൈ ഫോർ 3 months ആൻഡ് സീ ദാറ്റ് ഹൗ ദ ROI വർക്ക്സ്. അതെല്ലാം നോക്കിയിട്ട് നിങ്ങളോട് സ്കെയിൽ ചെയ്യാനാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്.